ഹലോ നമസ്കാരം. എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാട്ടോ കാണുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ഫോൺ താഴെ വീണടോ, ട്രൈപോഡിൽ നിന്ന് താഴെ വീണു. ഞാൻ അവിടെ വെച്ച് സെറ്റാക്കി, ഞാൻ തിരിഞ്ഞപ്പോഴേക്കും അത് വീണു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ കാണുന്ന രസമൊന്നുമില്ല, വീഡിയോ കാണുന്ന ഒരു സുഖമൊന്നുമില്ല, അതിൻ്റെ പിന്നിലെ കാഴ്ചകൾ അല്ലേ, പിന്നാമ്പുറ കാഴ്ചകൾ ഒരുപാട് റിസ്ക് ഉള്ളതാണ്. നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിന് മാത്രം എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ഞാൻ മാങ്ങ പെറുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മാവിൻ്റെ ചുവട്ടിൽ എപ്പോഴും വരാറൊന്നുമില്ല കേട്ടോ. മാവ് ഇവിടെയാണെങ്കിലും മാങ്ങ വീഴുന്നൊക്കെ അപ്പുറത്തെ പറമ്പിലാണ്. പക്ഷേ ഇവിടെ വീഴുന്ന മാങ്ങ പോലും പെറുക്കാൻ വരാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയൊക്കെ പെറുക്കിയിട്ട് നല്ലത് മാത്രം ഒന്ന് എടുക്കണം. ഇന്നലെ നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറേയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം വീണ മാങ്ങ എടുക്കുള്ളൂ. അപ്പോൾ നല്ല മാങ്ങകളൊക്കെ ഒരു 5-6 എണ്ണം കിട്ടി. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ചെറിയൊരു ബക്കറ്റ്, പെയിൻറ്റ് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അത് ആ വീഡിയോ പിടിക്കാമെന്ന് കരുതിയിട്ട് ട്രൈപോഡ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രൈപോഡിൽ ഫോണും സെറ്റ് ചെയ്തു, അത് വീണടോ, അത് താഴെ വീണു, ഫോണ് താഴെ വീണു. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന തിരക്കായിരുന്നു നേരത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ സെറ്റാക്കി വെച്ചു. ഇപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ആ ബക്കറ്റിൽ ഒരു 5-6 മാങ്ങ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അങ്ങനെ ഞാനതെല്ലാം കൊണ്ടുവന്നു കഴുകി. ഇടയ്ക്ക് ഞങ്ങളത് തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അത് കഴുകി ഒരു പ്ലേറ്റിൽ ആക്കിയിട്ട് ഞാനത് തൊലിയൊക്കെ കളയട്ടെ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാമ്പഴ പുളിശ്ശേരി വയ്ക്കും. മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമ്പോൾ അതിന് പറ്റിയ മാങ്ങയൊന്നും അല്ല അത്. നമുക്ക് ആ ചെറിയ കടുമാങ്ങയ്ക്കൊക്കെ പറ്റുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് പഴുത്താലാണ് നന്നാവുക മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ. എന്തായാലും എനിക്ക് വെക്കണം തോന്നിയപ്പോൾ പിന്നെ നമ്മളതിലുള്ള മാങ്ങ വെച്ചിട്ട് ചെയ്യാമല്ലോ, പഴുത്ത മാങ്ങ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി. ചിലത് അങ്ങനെ തന്നെ ഇടും കേട്ടോ. നല്ല പാകമായിട്ടുള്ള മാങ്ങയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യും. എന്നിട്ട് അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് തൈരും ചേർത്ത് നാളികേരം അരച്ചെടുത്തത് ചേർത്ത് അങ്ങനെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കും. അല്പം ശർക്കരയും ചേർക്കും കേട്ടോ. തൈരും ശർക്കരയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എങ്കിലും മധുരം ചോറിൻ്റെ കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം. എനിക്കിഷ്ടമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ആക്കി, ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വയ്ക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുക. അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും അതുണ്ടാക്കി കഴിഞ്ഞ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്ന രീതിയിലൊക്കെയാണ് ചെയ്യാറ്. അതായത് തൈരും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ്ട് തയ്യാറാക്കിയിട്ട് നാളികേരം അരച്ചതും ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പും പാകത്തിന് നോക്കുക, എരിവ് നോക്കുക. അതുപോലെ തന്നെ അല്പം ഒരു ശർക്കരയുടെ ഒരു ചെറിയൊരു കഷ്ണം ചേർത്ത് പിന്നെ താളിക്കുകയും ചെയ്താൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ ഇന്ന് എന്തായാലും അത് മാമ്പഴ പുളിശ്ശേരി മാത്രമായിട്ടുണ്ടെങ്കിൽ ചോറിലേക്ക് ഒരു സുഖം ഉണ്ടാവില്ല. വറുത്ത മീൻ എന്തെങ്കിലുമൊക്കെ വേണം ഫ്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ഉണക്കൽ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി അടുപ്പത്തായിട്ടുണ്ട്. ഒരു കറിവേപ്പില ഇട്ടു, വറവിട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഇവിടെ ഉണ്ടായ ചീനമുളക്, അപ്പോൾ ഞാനത് അതിലേക്ക് ഇട്ടതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കേ, അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, ബായ്.